തണൽ അഗ്രോഫാം നഴ്സറി ചെറുവാഞ്ചേരി. ഭിന്നശേഷി കോർപ്പറേഷന്റെ കണ്ണൂർ ജില്ലാ ഓഫീസ് മട്ടന്നൂർ റവന്യൂ ടവറിൽ പ്രവർത്തനം ആരംഭിച്ചു. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായാണ് ജില്ലാ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷന് വിവിധ ജില്ലകളിൽ ബ്രാഞ്ച് ഓഫീസുകൾ ആരംഭിക്കുന്നതിന് ഈ സർക്കാരിന്റെ കാലത്ത് നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുമെന്നുള്ളതിൽ എനിക്ക് ഏറെ അഭിമാനമുണ്ട്. ഈയിടെ ബഹുമാനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത സുശക്തി സ്വാശ്രയ സംഘങ്ങളുടെ നേതൃത്വത്തിലൂടെ ഒട്ടനേകം മികച്ച മാതൃകകൾ നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷന്റെ പങ്ക് വലുതാണ്. അതുപോലെ 1500 സൈറ്റിൽ ഘടിപ്പിച്ച മുച്ചക്ര വാഹനങ്ങൾ സ്കൂട്ടറുകൾ വിതരണം ചെയ്യാൻ വേണ്ടി 24 കോടി രൂപയാണ് ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനിലൂടെ വിനിയോഗിക്കുന്നത്. അത്തരം പദ്ധതികളെല്ലാം നടപ്പാക്കുമ്പോൾ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ആധുനിക വിദഗ്ധരായുള്ളതും സൗകര്യപ്രദമായതുമായ ഓഫീസുകൾ അനിവാര്യമാണ്. എല്ലാ ജില്ലകളിലും അത്തരം ഓഫീസുകൾ സജ്ജീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴയിലും മറ്റും സാമാന്യേന വളരെ വിസ്തീർണമുള്ള സൗകര്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ ലഭ്യമായ സൗകര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നത്. കെ ശൈലജ MLA അധ്യക്ഷയായി. സൗകര്യപ്രദമായിട്ടുള്ള ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ രക്ഷിതാക്കൾക്ക് ഒക്കെ വലിയ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ജില്ലാ തലത്തിലുള്ള ഓഫീസ് സൗകര്യപ്രദമായി ഇവിടെ പ്രവർത്തനം ആരംഭിക്കുക എന്നത്. എല്ലാവരും പറഞ്ഞു എല്ലാ ജില്ലയിലും ഭിന്നശേഷി ക്ഷേമ ഓഫീസ് തുടങ്ങണമെന്നുള്ളത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അന്ന് വകുപ്പ് എടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു. അതിന് സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടി കുറേ പരിശ്രമിച്ചു. ഇപ്പോൾ ഇവിടെ ഇവരെല്ലാവരും സംസാരിച്ചതുപോലെ തന്നെ വളരെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു സ്ഥലം റവന്യൂ ടവറിൽ നമുക്ക് ലഭ്യമായപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഓഫീസിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ വകുപ്പ് കുറച്ചു കാലം കൈകാര്യം ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് പ്രത്യേകിച്ച് വലിയ ചാരിതാർത്ഥ്യവും സന്തോഷവും ഉണ്ട്. ഞാൻ 2016 മുതൽ 2021 വരെ മന്ത്രിയായിരുന്ന സമയത്ത് ആരോഗ്യ വകുപ്പിൻ്റെ കൂടെ സാമൂഹ്യനീതി വകുപ്പിൻ്റെ ചുമതല കൂടി ഉണ്ടായിരുന്നു. മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ N. ഷാജിത്ത്, ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MV സരള എന്നിവർ മുഖ്യാതിഥികളായി. ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ MD K. മൊയ്തീൻകുട്ടി റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് MV ജയഡാളി, പടിയൂർ കല്യാട് പഞ്ചായത്ത് പ്രസിഡന്റ് T. ശ്രീജ, ഭിന്നശേഷി കോർപ്പറേഷൻ ബോർഡ് അംഗങ്ങളായ O. വിജയൻ, ഗിരീഷ് കീർത്തി, ഭിന്നശേഷി ഉപദേശക സമിതി അംഗം T. ജയകുമാർ, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ P. ബിജു, P. പുരുഷോത്തമൻ, K. P. പ്രഭിത്ത് എന്നിവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ. നിങ്ങളുടെ വീട് നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ തണൽ അഗ്രോഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം. ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.